വിവാദങ്ങളും പ്രതിപക്ഷ പ്രതിഷേധങ്ങളും വകവയ്ക്കാതെ സോൺട കമ്പനിക്ക് വീണ്ടും കോഴിക്കോട് കോർപ്പറേഷന്റെ കരാർ. ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ കരാർ സോൺട ഇൻഫ്രാടെക് കമ്പനിക്ക് നീട്ടി നൽകി. അജണ്ട കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ച് UDF കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. BJP അംഗങ്ങൾ വിയോജനക്കുറിപ്പ് അറിയിച്ചു. നിയമാനുസൃത പിഴ ഈടാക്കിയാണ് വ്യവസ്ഥകളോടെ കരാർ കാലാവധി നീട്ടിയിരിക്കുന്നത്. ഞെളിയൻ പറമ്പ് മാലിന്യ സംസ്കരണത്തിനുള്ള കരാർ സോൺട ഇൻഫ്രാടെക് കമ്പനിക്ക് നീട്ടി നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഇന്ന് ഉച്ചകഴിഞ്ഞാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേർന്നത്. 2 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് 30 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് ഞെളിയൻ പറമ്പിലെ ബയോ മൈനിങ്, ബയോ ക്യാപ്പിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കണമെന്ന് കർശന വ്യവസ്ഥകളോടെ കരാർ നീട്ടി നൽകിയത്. ഒന്നാമത്തെ അജണ്ടയായി വിഷയം ചർച്ചയ്ക്ക് വന്നതോടെ തന്നെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ബഹളം തുടർന്നതോടെ പ്രതിപക്ഷ നേതാവ് KC ശോഭിത മേയർ ഡോക്ടർ M ബീന ഫിലിപ്പിന് വിയോജനക്കുറിപ്പ് നൽകി. പിന്നാലെ അജണ്ട കീറിയെറിഞ്ഞു. മറ്റ് UDF അംഗങ്ങളും അജണ്ട കീറിയെറിഞ്ഞ് കൗൺസിൽ ഹാളിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തൊട്ടുപിന്നാലെ UDF അംഗങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ചർച്ച തുടർന്ന ഭരണപക്ഷം കാര്യങ്ങൾ വിശദീകരിച്ച് കരാർ നീട്ടി നൽകുന്നത് സംബന്ധിച്ച അജണ്ട പാസാക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇതോടെ ചർച്ചയുമായി നേരത്തെ സഹകരിച്ച BJP അംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകി കൗൺസിൽ ഹാളിനകത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. UDF കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത് അപമാനകരമാണെന്ന് വ്യക്തമാക്കിയ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് കരാർ സംബന്ധിച്ച കർശന വ്യവസ്ഥകളും കൗൺസിലിൽ വിശദീകരിച്ചു. സോൺട കമ്പനിക്ക് കരാറുണ്ടായിരുന്ന 4 വർഷത്തിൽ 1.5 വർഷം കോവിഡ് കാരണം നഷ്ടമായതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ 38.85 ലക്ഷം രൂപ വരെ കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 75 അംഗ കൗൺസിലിൽ 51 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് മേയർ അജണ്ട പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധം പോലും വകവയ്ക്കാതെയാണ് വിവാദ കമ്പനിയായ സോൺട ഇൻഫ്രാടെക്കിന് വീണ്ടും ഞെളിയൻ പറമ്പിലെ മാലിന്യ സംസ്കരണ കരാർ നീട്ടി നൽകാൻ കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.